ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോണിയാസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സിനമൺ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ സിനമൺ റോൾ കഴിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് അറിയത്തുള്ളൂ. നമ്മൾ ഈ സിനമൺ റോളൊക്കെ ഉള്ള സിനമൺ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുമ്പോൾ നമുക്കറിയാം നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ അത് ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു വീട് നിറച്ചും ആ സിനമൻ്റെ ഒരു സ്മെല്ലായിരിക്കും. അപ്പം ഈ സിനമൺ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ സിനമൺ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സിനമൺ റോൾ ഉണ്ടാക്കാനായിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 200 ml മിൽക്കാണ്. അത് മിൽക്ക് എടുക്കുമ്പം ഇളം ചൂട് മിൽക്കായിരിക്കണം എടുക്കുന്നത്. പാലെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തിളയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആവരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം സൈഡിലേക്ക്. ഇനി വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയ മൈദയാണ്. അപ്പം മൈദ ഞാനിവിടെ 1/2 കിലോയാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പകുതി കുഴച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് എടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊരു ടവൽ കൊണ്ട് ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ടവൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം വേണം മുകളിലേക്ക് കവർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് ഏകദേശം ഒരു ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറി കിട്ടണം. ഈ സമയത്ത് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള സിനമൺ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഷുഗർ പൗഡറാണ് നമ്മൾക്ക് വേണ്ടത്. ഈ 1/4 കപ്പ് ഷുഗറിലേക്ക് 6 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ച ഡോ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുന്നതിന് മുൻപായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം കൂടി പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം. ഇതിലേക്ക് ഈ മെൽറ്റ് ചെയ്തെടുത്ത അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊരു ബ്രഷ് ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ആ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. സിനമനും ഷുഗറോട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്പൂണിലോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് ഇങ്ങനെ ചിലയിടത്ത് കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ചെറിയ അരിപ്പയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഷുഗർ. അപ്പോഴത്തേക്കും എല്ലായിടത്തോട്ടും ആ ഫില്ലിങ് കറക്റ്റായിട്ട് ചെന്നോളും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ സ്ട്രെയിനറിൽ കൂടി മൊത്തത്തിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് കൂടുതലായിട്ട് എണ്ണം ഇതിലെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഈ എഡ്ജ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഒരു ത്രെഡ് ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ കത്തി ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ത്രെഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഒരല്പം നെയ്യോ അങ്ങനെ എന്തെങ്കിലും തൂത്താൽ മതി. നമ്മൾ ട്രേയിലേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപ് തന്നെ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സിനമൺ റോൾസ് ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഓവനിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ബേക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത്.
അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് സിനമൺ റോൾ ഞാൻ ഷുഗർ ഗ്ലൈസിങ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം, 1.5 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഗ്ലൈസിങ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ സിനമൺ റോളിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഈ ഗ്ലൈസിങ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.